അല്ല, ഏതെങ്കിലും സമുദായത്തിൻ്റെ രീതിയിലല്ലല്ലോ കോളേജൊക്കെ കൊടുക്കുന്നത്. കോളേജിൻ്റെ അനിവാര്യമായ ആവശ്യകത കൂടി കണക്കിലെടുത്തുകൊണ്ടാണ് എല്ലാ സ്ഥലത്തും വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ഉൾപ്പെടെ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ പുതുതായിട്ട് കാര്യമായ സ്കൂളുകളോ കോളേജുകളോ ഒന്നും കൊടുക്കുകയല്ല ചെയ്തിട്ടുള്ളത് ഈ കഴിഞ്ഞ 10 കൊല്ലവും. അല്ലാണ്ട് തന്നെ അവരെ SNDP യോഗം ജനറൽ സെക്രട്ടറി പറയുന്നു ഞങ്ങൾക്ക് മാത്രം അവിടെ റെപ്രസെന്റേഷൻ ഇല്ല, ഞങ്ങൾക്ക് കോളേജില്ല, ഞങ്ങൾക്ക് സ്കൂളില്ല, സർക്കാർ തരുന്നില്ല എന്നാണ്. 10 വർഷമായി എന്തുകൊണ്ടാണ് വെള്ളാപ്പള്ളി നടേശന്റെ ഈ വിലാപം നിങ്ങൾ അവഗണിക്കുന്നതെന്ന് ചോദിക്കാൻ? അല്ല, അദ്ദേഹത്തിൻ്റെ ആ വിലാപമൊന്നും ഞങ്ങളുടെ മുമ്പിൽ അത്ര സജീവമായിട്ട് ഇതുവരെ വന്നിട്ടില്ല. വന്നിട്ടുണ്ടെങ്കിൽ അത് വെച്ച് ഗവൺമെൻറ്റാണ് പരിശോധിക്കേണ്ടത്. ഞങ്ങൾക്ക് അതിൻ്റെ അകത്ത് ഒരു നിലപാട് സ്വീകരിക്കേണ്ട കാര്യം. ഞങ്ങൾക്ക് സ്കൂളും കോളേജും ഇല്ല എന്നുള്ള പ്രശ്നം, ഞങ്ങൾക്ക് സ്കൂളും കോളേജും മലപ്പുറത്തില്ല എന്നുള്ള പ്രശ്നം വെള്ളാപ്പള്ളി നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിച്ചിട്ടില്ല. അവിടെ ആ രീതിയിലുള്ള അല്ല, ഞങ്ങൾക്ക് അവിടെ സ്കൂളും കോളേജും ഇല്ല എന്നുള്ള ഒരു പ്രശ്നം വെള്ളാപ്പള്ളി നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിച്ചിട്ടില്ല. അതാ ഞാൻ പറഞ്ഞത്, എയ്ഡഡ് കോളേജ്, അതിൽ ഇത് പറയുന്നതെല്ലാം എയ്ഡഡ് കോളേജ് സംബന്ധിച്ചായിരിക്കും. എയ്ഡഡ് കോളേജോ എയ്ഡഡ് ഹൈസ്കൂളോ എയ്ഡഡ് UP സ്കൂൾ പോലുമോ ഇപ്പോൾ നമ്മൾ കൊടുത്തിട്ടില്ല. ഞാൻ ചോദിക്കുന്നത്, പക്ഷേ ഇതൊരു സ്പെഷ്യൽ കേസാണ്. അദ്ദേഹം നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കുകയാണല്ലോ, അങ്ങനെ ഒരു ആപ്ലിക്കേഷൻ പാർട്ടിയുടെ മുമ്പിൽ വന്നിട്ടില്ലല്ലോ. അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ജില്ലയിൽ മാത്രമല്ല ഞാൻ പറഞ്ഞത് മനസ്സിലായില്ലേ? ഏതെങ്കിലും ഒരു ജില്ലയിൽ മാത്രമല്ല, കേരളത്തിൽ പൊതുവെ പുതിയ സ്കൂളുകളോ കോളേജുകളോ എയ്ഡഡ് മേഖലയിൽ അനുവദിച്ചിട്ടില്ല. അല്ല, അത് വേറെ തന്നെ നയപരമായ കാര്യമാണ്. ഞാൻ ചോദിക്കുന്നത്, വെള്ളാപ്പള്ളി നടേശൻ പറയുന്നത് മലപ്പുറം ജില്ലയിൽ മുസ്ലിം ഭൂരിപക്ഷ സ്ഥലത്ത് അവിടുത്തെ ആളുകൾ ഞങ്ങൾക്ക് സ്കൂൾ തുറക്കാനും കോളേജ് തുറക്കാനും സമ്മതിക്കുന്നില്ല എന്നാണ്. അങ്ങനെയെങ്കിൽ CPIM പോലെ പാർട്ടി ഭരിക്കുമ്പോൾ അവിടെ 2-3 കോളേജ് കൊടുത്ത് ഈ പ്രശ്നം പരിഹരിക്കണ്ടേ? നിങ്ങളെന്താണ് ആ പ്രശ്നം പരിഹരിക്കാത്തത്? ജനങ്ങൾ നിങ്ങൾ ആളെ പറ്റിക്കാൻ വേണ്ടി ഒന്നും പറയണ്ട. അവിടുത്തെ ജനങ്ങളാണോ സ്കൂളുകളും കോളേജും തുറക്കുന്നത്? നിങ്ങൾ എന്തിനാണ് ഇമാതിരിയുള്ള ചോദ്യം ചോദിക്കുന്നത്? ഞാൻ ചോദിക്കുന്നത്, വെള്ളാപ്പള്ളിയുടെ പ്രശ്നം എന്താണ് തീർക്കാത്ത? അദ്ദേഹം വിലപിക്കുകയാണ്. ഞാൻ ചോദിക്കുന്നത്, വെള്ളാപ്പള്ളിയുടെ പ്രശ്നം പരിഹരിക്കാത്ത എന്താണ്? മലപ്പുറത്ത് എന്താണ് നിങ്ങൾ അവർക്ക് കോളേജ് കൊടുക്കാത്ത? അതിന്റെ പേരിലല്ലേ ആ മനുഷ്യൻ ഈ വർത്താനം മുഴുവൻ പറയുന്നത്? മലപ്പുറം ജില്ലയിൽ വേണോ, കണ്ണൂർ ജില്ലയിൽ വേണോ, കോഴിക്കോട് ജില്ലയിൽ വേണോ ഇത് തീരുമാനിക്കുന്നത് ഗവൺമെന്റാണ്. അല്ല, ആ ഗവൺമെന്റ് മലപ്പുറത്ത് ഞങ്ങൾക്ക് പറ്റുന്നില്ല എന്ന് പറഞ്ഞ് വെള്ളാപ്പള്ളി വിലപിക്കുമ്പോൾ, അല്ല, വെള്ളാപ്പള്ളി ഒരു പ്രശ്നം ഉന്നയിക്കല്ലേ? വെള്ളാപ്പള്ളി ഒരു സമുദായ നേതാവല്ലേ? അദ്ദേഹം പറയാണ് മലപ്പുറത്ത് കോളേജ് ഇല്ല. മറുപടി പറഞ്ഞു. ആരെയെങ്കിലും അല്ല ഞാൻ പറയുന്നത്. ഞങ്ങൾ പൊതുവേ എടുത്ത നിലപാട്, കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ് പൊതുവേ എടുത്ത നിലപാട് ഈ കഴിഞ്ഞ 10 കൊല്ലം എടുത്ത് പരിശോധിച്ച് നോക്കിയാൽ പുതുതായി എയ്ഡഡ് അടിസ്ഥാനത്തിലുള്ള സ്കൂളുകളോ കോളേജുകളോ അനുവദിക്കുന്ന നില സ്വീകരിച്ചിട്ടില്ല. അതെനിക്ക് മനസ്സിലായി. ഞാൻ പറയുന്നത്, പക്ഷെ മലപ്പുറത്ത് ഞങ്ങൾ എക്സ്ക്ലൂഡ് ചെയ്യപ്പെടുകയാണ്, ഞങ്ങളെ ഒഴിവാക്കുകയാണ് എന്ന് വെള്ളാപ്പള്ളി നടേശൻ പറയല്ലേ? അപ്പോ മലപ്പുറത്ത് ഒരു കോളേജോ മറ്റോ കൊടുത്ത് അദ്ദേഹത്തിന്റെ പ്രശ്നം തീർക്കണ്ടേ? 10 വർഷമായി അദ്ദേഹം പ്രയാസത്തിലാണ്. എന്തിനാണ് ഒഴിവാക്കുന്നത്? ആരെയും ഒഴിവാക്കേണ്ടത്? അല്ല, വെള്ളാപ്പള്ളി പറയുന്നു അദ്ദേഹത്തിന് കിട്ടുന്നില്ല. മലപ്പുറത്ത് ഒഴിവാക്കാനുള്ള ഒരു നിലപാടും CPIM കൈകാര്യം ചെയ്തിട്ടില്ല. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം കൃത്യമായ നിലപാടാണ്, നയപരമായ സമീപനമാണ്. എയ്ഡഡ് മേഖലയിൽ സ്കൂളുകളോ കോളേജുകളോ ഇപ്പോൾ തുടങ്ങിയിട്ടില്ല. ഈ കഴിഞ്ഞ 10 കൊല്ലവും തുടങ്ങിയിട്ടില്ല. അത്യപൂർവം വരുന്ന ചില വളരെ പിന്നണിയിൽ നിൽക്കുന്ന സ്ഥലത്ത് മാത്രമാണ് ചില കാര്യങ്ങൾ ആലോചിച്ചു. അല്ല, പിന്നണിയിൽ എന്ന് പറയുമ്പോൾ വെള്ളാപ്പള്ളി നടേശൻ പറയുന്ന ഈഴവ സമുദായത്തിനും മലപ്പുറത്ത് ഇല്ല എന്ന പ്രശ്നം അദ്ദേഹം നിരന്തരം പറഞ്ഞു നടക്കുകയാണ്. അപ്പൊ ആ പ്രശ്നം പരിഹരിക്കണമെന്ന് CPIM തോന്നാത്ത എന്താണെന്നാണ് എന്റെ ചോദ്യം. ഞാൻ പറഞ്ഞില്ലേ, പൊതുവായിട്ട് തീരുമാനിച്ചല്ലോ, ഞങ്ങൾ എയ്ഡഡ് സ്കൂളോ അത് എയ്ഡഡ് കോളേജോ അനുവദിക്കുന്ന പ്രശ്നമില്ലാന്ന്. പിന്നെ ഈ SNDP ജനറൽ സെക്രട്ടറി ഇത് പറഞ്ഞു നടക്കുന്നത് എന്തിനാണ്? പിന്നെ അതെന്നോടാ ചോദിക്കുന്നത്? അല്ല, അദ്ദേഹം പറയാണ് സർക്കാർ തരുന്നില്ല എന്ന്. അത് അദ്ദേഹത്തോട് നേരിട്ട് ചോദിക്കണം. എന്താ ഇങ്ങനെ പറഞ്ഞു നടക്കുന്നതിന്റെ അടിസ്ഥാനം? ഇങ്ങനെ പറഞ്ഞോ, ഞാൻ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടെന്ന് കൂടി പറഞ്ഞിട്ട് ചോദിച്ചു. ശരി. അപ്പൊ മലപ്പുറത്ത് അങ്ങനെ പ്രത്യേകിച്ച് ഇപ്പൊ കോളേജ് ആർക്കെങ്കിലും, മലപ്പുറത്ത് പ്രത്യേകിച്ച് ആർക്കെങ്കിലും ഇപ്പൊ കോളേജ് കൊടുക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടെന്ന് ഗവൺമെന്റ് കാണുന്നില്ല? ഇല്ല, എയ്ഡഡ് കോളേജ് കൊടുക്കണം ഒരു സാഹചര്യവും ഇല്ല. എയ്ഡഡ് സ്കൂളോ എയ്ഡഡ് ഹൈസ്കൂളോ എയ്ഡഡ് ഹയർ സെക്കൻഡറി സ്കൂളോ എയ്ഡഡ് ഈ കോളേജോ കൊടുക്കേണ്ട ഒരു സാഹചര്യം ഇപ്പം നമ്മുടെ മുമ്പിൽ. ശരി. അല്ല, ഈ മലപ്പുറത്ത് പക്ഷേ ഭൂരിപക്ഷ സമുദായത്തിന് ജീവിക്കാൻ ശ്വാസം മുട്ടുന്നു എന്ന് പറഞ്ഞാൽ, ഒരു സമുദായ നേതാവ് പറഞ്ഞാൽ, അത് ഭരണപരമായ നിങ്ങളുടെ പരാജയമല്ലേ? അവിടുത്തെ ഹാർമണി ഉറപ്പാക്കാൻ എന്താണ് ഗവൺമെന്റ് ഇടപെടാത്തത്? അല്ലേ? അല്ല, അങ്ങനെ ഓരോരാൾക്കും ഓരോ അഭിപ്രായം ഉണ്ടാവും. അവിടെ ഭൂരിപക്ഷ സമുദായം എന്ന് പറഞ്ഞാൽ മലപ്പുറത്ത് യഥാർത്ഥത്തിൽ സൂക്ഷ്മമായി പരിശോധിച്ച് നോക്കിയാൽ ആരാ ഭൂരിപക്ഷ സമുദായം? അല്ല, പക്ഷേ കേരളത്തിലെ ഒരു ഈഴവ സമുദായത്തിന്റെ പ്രതിനിധി പറയുന്നു അവിടെ പറ്റുന്നില്ല ജീവിക്കാൻ എന്ന് പറയുന്ന പ്രശ്നം. ഒരു സർക്കാരിലെ ഉത്തരം പറയേണ്ടത്. അതും കൂടി പറഞ്ഞിട്ട് അപ്പുറം കിടക്കുന്നതായിരുന്നു.